ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണലായിട്ട് ഓരോരുത്തരോടും ഞാൻ താങ്ക്സ് പറയുകയാണ്. കിച്ചുവിന് വേണ്ടിയിട്ട് വിഷ് ചെയ്ത ഓരോരുത്തരും എനിക്ക് താങ്ക് യു പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവരോടും താങ്ക് യു പറയണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സർപ്രൈസാണ് നിങ്ങൾ കാണുന്നത്. അവന് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രാവിലെ എണീച്ച് കുട്ടി വന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ബലൂണും അതേമാതിരി തന്നെ റോസും കാർഡും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവനെ സർപ്രൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, ഇതൊക്കെ വെച്ച് കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. പാൻ കേക്ക്, ക്രൊസോൺ, അതേമാതിരി കിംചി പാൻ കേക്ക്, സോസേജ്, ഡാനിഷ് പേസ്ട്രീസ്, ഇത് അതേമാതിരി തന്നെ ഹാഷ് ബ്രൗൺസ്, ഇതെല്ലാം തന്നെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. സോ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാർഡ്, ഒരു ബലൂണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരെ ഒരു സ്ഥലമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എയർ മേനിയാക്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എയർ മേനിയാക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഈവൻ്റാണ്. അവിടെ ഓരോരുത്തർക്കും നമുക്ക് ഓരോ സെക്ഷനാണ് തരിക. നമുക്ക് എത്ര കുട്ടികളുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഓരോ റൂം നമുക്ക് തരും. അവിടെ അഡ്വെഞ്ചർ ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവമാണ്. സോ അവിടേക്കാണ് കുട്ടികളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. തീം വന്നിട്ട് ഫോർട്ട് നൈറ്റ് ആയതുകൊണ്ട് ആമ്പിളരല്ലേ, അപ്പോൾ ഫോർട്ട് നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഇവിടെ അഡ്വെഞ്ചർ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സിപ്പ് ലൈനും അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഓരോ സംഭവങ്ങൾ ഓരോന്നായിട്ട് പാക്കേജ് നമുക്ക് അവർ അയച്ചു തരും. എന്തൊക്കെ നിങ്ങളുടെ മക്കൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ വരുന്ന കുട്ടികൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, അതെല്ലാം തന്നെ നമുക്ക് പാക്കേജ് എടുത്തിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഒരു ലേഡിയും കൂടി ഉണ്ടാവും. അവർ നമ്മളെ അസിസ്റ്റ് ചെയ്യും. അവരായിരിക്കും നമ്മുടെ ത്രൂ ഔട്ട് ബർത്ത്ഡേ കഴിയണവരിക്കും നമ്മളുടെ കൂടെ നിൽക്കുക. എന്നിട്ട് ഓരോ കുട്ടികളെയും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ കൊണ്ടുപോയിട്ട് ഓരോ റൈഡും ചെയ്യിപ്പിക്കും. നമ്മൾ എന്താണോ നമ്മൾ പാക്കേജിൽ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം തന്നെ അവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓരോ കുട്ടികളും ഇൻക്ലൂഡിങ് കിച്ചു അടക്കം ഓരോ സിപ്പ് ലൈൻ ആയിക്കോട്ടെ, അഡ്വെഞ്ചർ, ഇത് കംപ്ലീറ്റ് താഴെയുമുണ്ട്. സിപ്പ് ലൈൻസ് ഒക്കെ മുകളിലാണ്. ആൻഡ് ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ എയർ മേനിയാക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ പലതുമുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എയർ മേനിയാക്സ് ആണ്. പല പാർട്ടികളിൽ നമ്മൾ പോയിട്ടുണ്ട്. ആ പോയിരിക്കുന്ന സമയത്ത് കുട്ടികൾ കുറച്ചും കൂടി സേഫ് ആണ് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് എയർ മേനിയാക്സിലാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോഴേക്കും കേക്ക് നമ്മുടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണ് പറയുക, ഫുട്ബോൾ തീമായിട്ടുള്ള രീതിയിലാണ് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവനെ കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അവൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതല്ലാതെ ഹോൾ ക്ലാസ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ നമ്മൾ ഹോൾ ക്ലാസ്സാണ് ചെറുപ്പത്തിലൊക്കെ വിളിക്കാറ്. ഇപ്പൊക്കെ വലിയ കുട്ടികളാവുന്ന സ്ഥിതിക്ക് അവനവൻ്റെ പേഴ്സണലായിട്ടുള്ള ആൾക്കാർ മാത്രം മതി എന്നാണ് അവൻ്റെയൊക്കെ ഫീലിംഗ്. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് അത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു. ആ മോളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ബോൾ പോലെയില്ലേ, ആ ബോൾ പോലുള്ളത് ഫോണ്ടൻറ്റ് മാത്രമാണ്, താഴെ മാത്രമേ ഉള്ളൂ കേക്ക്. ഇപ്രാവശ്യം വലിയ കേക്കൊന്നും വേണ്ട പറഞ്ഞു. ഇല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്ത് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും കുറേ ബാക്കി വന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് പതിവ്. അവിടെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും വൈകുന്നേരം നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങൾ എല്ലാം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെയില്ല. അങ്ങനെ കിച്ചുവപ്പുവിൻ്റെ പിറന്നാൾ 2 കേക്കോട് കൂടിയിട്ട് കുട്ടിയെ ഫുള്ളായിട്ട് ഹാപ്പി ആക്കണ പോലെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവൻ ഭയങ്കര പ്രിപ്പറേഷനുമാണ്. അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യണ കേക്ക് മാംഗോ ചീസ് കേക്കാണ്. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ വീട്ടിൽ കഴിക്കാൻ വേറെ ആൾക്കാർ ആരും തന്നെ ഇല്ല. എനിക്കൊന്നും തീരെ വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് പറയുക, അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്തു. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമായിട്ട് നമ്മൾ കേക്കും കട്ട് ചെയ്ത് പിന്നെ ഒരു ഡിന്നറിനും കൊണ്ടുപോയി. ശുഭം. അങ്ങനെ ഒരു ഫാമിലി പിക്ചറൊക്കെ എടുത്ത് നമ്മൾ അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യണം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പൂച്ചകളെ ഒന്ന് കാണിച്ചു തരണം എന്നുള്ളത്. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ആളുടെ പേരാണ് ട്രെവർ. മനുവിൻ്റെ കയ്യിലിരിക്കുന്ന ആളെ നിങ്ങൾക്കറിയാം, സാം. കിച്ചുവിൻ്റെ കയ്യിലിരിക്കുന്ന ആളുടെ പേരാണ് കോഫി. അവരൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള പൂച്ചകളാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവർ സമാധാനമായിട്ട് ഇരിക്കുന്നു.